വിദ്യാഭ്യാസ വകുപ്പ് സ്ഥിരം ഒരു പാർട്ടി കൈകാര്യം ചെയ്താൽ അത് അഴിമതിക്കിടയാക്കും. അതുകൊണ്ട് ഇത്തവണ വിദ്യാഭ്യാസം കോൺഗ്രസ് കൈകാര്യം ചെയ്യണം എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നു. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഷംസുദ്ദീനെ പോലെ ഒരു MLA ആണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തതെങ്കിൽ അത് അഴിമതിയിലേക്ക് പോകണമെന്നില്ല. പാർട്ടി നോക്കിയല്ലോ അഴിമതി നടത്താറുള്ളത്. അഴിമതി നടത്താൻ ഒരാൾ തീരുമാനിച്ചാൽ അഴിമതി നടത്തും, അയാൾ ഏത് പാർട്ടിയിലാണെങ്കിലും. അത് കോൺഗ്രസിലാണെങ്കിലും ശരി, മുസ്ലിം ലീഗിലാണെങ്കിലും ശരി, CPM-ലാണെങ്കിലും ശരി. അപ്പോൾ അഴിമതി നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഏത് പാർട്ടിയിലാണെങ്കിലും അഴിമതി നടത്തൂല, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ താങ്കളുടെ അഭിപ്രായത്തോട് വിയോജിക്കുകയാണ് സ്നേഹത്തോടെ. പ്രിയമുള്ളവരെ, ലീഗ് വിദ്യാഭ്യാസം കിട്ടിയാൽ നമ്മുടെ കുട്ടികളുടെ കാര്യം കഷ്ടമാവുമെന്നൊരു പ്രേക്ഷകൻ പറയുന്നു. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നതേ നമുക്ക് ലീഗിനെ കുറിച്ച് വ്യക്തമായി ധാരണയില്ലാത്തതുകൊണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയോ, കാലിക്കറ്റ് സർവകലാശാല എന്നൊരു സർവകലാശാല ഈ കേരളത്തിലുണ്ടായത് CH മുഹമ്മദ് കോയയുടെ ഒരൊറ്റ പ്രയത്നത്തിന് കീഴിൽ. അന്ന് CH മുഹമ്മദ് കോയ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നറിയോ? മലപ്പുറത്തെ സ്ത്രീകളോടാണ് പ്രത്യേകിച്ച് പറഞ്ഞത്, നിങ്ങൾ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന തുക എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്കൊരു സർവകലാശാല തരാം, അവിടെ നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ എന്ന്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഇപ്പോൾ അന്തസ്സോട് ആത്മാഭിമാനത്തോട് തല ഉയർത്തി നിർത്താൻ അവരെ പഠിപ്പിച്ച ഒരു വിധത്തിൽ പ്രാപ്തനാക്കിയ ഒരു നേതാവിൻ്റെ പേര് CH മുഹമ്മദ് കോയയാണ്. ആ CH മുഹമ്മദ് കോയയുടെ പാർട്ടിക്കാണോ കേരളത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വകുപ്പ് ഭരിക്കാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്? ഞാൻ അതിനോട് 1% പോലും അംഗീകരിക്കില്ല. പിന്നെ നേതാവ്, മന്ത്രി നന്നായാൽ വകുപ്പ് നന്നാവും. അവിടെയുള്ള ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനും വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാവണം എന്നത് മാത്രമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും അമ്മാതിരി വർത്തമാനങ്ങളൊന്നും ശരിയായൊരു കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.